കഴിഞ്ഞ ബലിപ്പെരുന്നാൾ ആഘോഷങ്ങൾക്കിടെ രാജ്യത്താകമാനം മുസ്ലിങ്ങൾക്കെതിരായ 46ഓളം വംശീയ ആക്രമണങ്ങൾ നടന്നതായും അതിൽ 3 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ നിരവധി പേർക്ക് പരിക്കേറ്റതായും സ്വത്തുവകകൾ നശിപ്പിക്കപ്പെട്ടതായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അസോസിയേഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ് APCR കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ വിശദമാക്കിയിട്ടുള്ളത്. ഇതിൽ 36 ആക്രമണങ്ങളും ബക്രീദുമായി നേരിട്ട് ബന്ധമുള്ളവയാണ്. മൃഗബലി, കന്നുകാലികളെ കൊണ്ടുപോകൽ, ഈദ് പ്രാർത്ഥനകൾ എന്നിവയ്ക്കിടെയാണ് ആക്രമണങ്ങൾ നടന്നത്. മെയ് 11-നും 29-നും ഇടയിലാണ് ഈ വംശീയ ആക്രമണങ്ങളെല്ലാം നടന്നത്. ഇസ്ലാം മത ആചാരങ്ങളെയും ആഘോഷങ്ങളെയും ലക്ഷ്യം വെച്ച് രാജ്യത്ത് ഭയത്തിൻ്റെയും ശത്രുതയുടേതുമായ അന്തരീക്ഷം വളർത്തിയെടുക്കുന്നതിനായുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നതായി APCR റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. അസമിലും ഗുജറാത്തിലുമാണ് 3 പേർക്ക് ജീവൻ നഷ്ടമായത്. ഗുജറാത്തിൽ പശുവിനെ കൊന്നു എന്നാരോപിച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്ത മുസ്ലിം യുവാവിനെ പോലീസ് ക്രൂരമായി മർദ്ദിച്ച് കൊല്ലുകയാണുണ്ടായത്. അസമിൽ കന്നുകാലികളെ മോഷ്ടിച്ചു എന്നാരോപിച്ച് ഹിന്ദുത്വർ 2 മുസ്ലിം യുവാക്കളെ തല്ലിക്കൊല്ലുകയായിരുന്നു. രാജ്യത്താകെ 32ഓളം കേസുകൾ ഭീഷണിപ്പെടുത്തിയതിനും ശാരീരിക മാനസിക പീഡനങ്ങളുടെ പേരിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വിദ്വേഷ പ്രസംഗങ്ങളുടെ പേരിൽ 6 കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മുസ്ലിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള സ്വത്തുവകകൾ നശിപ്പിച്ചതായും പലരെയും ശാരീരികമായി ആക്രമിച്ചതായും റിപ്പോർട്ടിലുണ്ട്. സംഘപരിവാരം ഭരിക്കുന്ന ഹരിയാനയിൽ പശുക്കടത്ത് ആരോപിച്ച് 2 മുസ്ലിം യുവാക്കളെ ക്രൂരമായി മർദ്ദിച്ച് അവശരാക്കി നിർബന്ധിച്ച് ഗോമൂത്രം കുടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. തെലങ്കാനയിൽ കാലികളെ കയറ്റി എന്ന് പറഞ്ഞ് ട്രക്ക് തടഞ്ഞു നിർത്തി 3 മുസ്ലിം യുവാക്കളെ മർദ്ദിച്ച് അവശരാക്കുകയുണ്ടായി. എന്നാൽ പോലീസ് പരിശോധനയിൽ ട്രക്കിലുണ്ടായിരുന്നത് പ്ലൈവുഡ് ആയിരുന്നു എന്ന് കണ്ടെത്തുകയുണ്ടായി. അതുപോലെ സംഘപരിവാരം ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ ബക്രീദ് ആഘോഷങ്ങൾക്കെതിരെ ഭരണകൂടങ്ങൾ ഏർപ്പെടുത്തുന്ന കടുത്ത നിയന്ത്രണങ്ങളെക്കുറിച്ചും റിപ്പോർട്ടിൽ പ്രത്യേകം പറയുന്നുണ്ട്. ഈദ്ഗാഹുകൾ, പൊതുസ്ഥലങ്ങളിലെ കശാപ്പ്, കന്നുകാലികളെ കൊണ്ടുപോകൽ എന്നിവയ്ക്ക് പലയിടങ്ങളിലും നിയന്ത്രണങ്ങളും വിലക്കുകളും ഏർപ്പെടുത്തിയിരുന്നു. ആഗ്രയിൽ താജ്മഹലിനടുത്ത് നടത്തിയ ഈദ്ഗാഹ് BJP VHP പ്രവർത്തകർ അലങ്കോലപ്പെടുത്തുകയുണ്ടായി. മുംബൈയിൽ കല്യാണിൽ നടത്തിയ ഈദ് പ്രാർത്ഥന BJP പ്രവർത്തകരെത്തി ജയ് ഹനുമാൻ മുദ്രാവാക്യം വിളിച്ച് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു. രാജ്യത്തുടനീളം നടന്ന ഇത്തരം വംശീയ ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് BJP, RSS, ബജ്രംഗ് ദൾ, വിശ്വ ഹിന്ദു പരിഷത്ത് എന്നീ സംഘടനാ നേതാക്കളും പ്രവർത്തകരുമായിരുന്നു എന്നും APCR റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. നീതി നിഷേധിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക്, പ്രത്യേകിച്ചും ദലിത്, ആദിവാസി വിഭാഗങ്ങൾ, മതന്യൂനപക്ഷ വിഭാഗങ്ങൾ തുടങ്ങി സാമ്പത്തികമായും സാമൂഹികമായും പിന്നാക്കം നിൽക്കുന്നവർക്ക് ആവശ്യമായ നിയമസഹായം നൽകുന്നതിനായി രൂപീകരിച്ച നിയമസഹായ വേദിയാണ് അസോസിയേഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ് APCR. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭരണകൂടവേട്ടയ്ക്കിരയായി ജയിലിൽ കഴിയുന്നവരുടെയും അല്ലാത്തവരുടേതുമായ 2400-ലധികം കേസുകൾ നിലവിൽ APCR ഏറ്റെടുത്ത് നിയമസഹായം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ APCRന്റെ നേതൃത്വത്തിൽ 100ഓളം വസ്തുതാന്വേഷണങ്ങൾ നടത്തുകയും 40-ലധികം റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്.